أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وكذلك جعلنا لكل نبي عدوا شياطين الإنس والجن يوحي بعضهم إلى بعض زخرف القول غرورا ولو شاء ربك ما فعلوه فذرهم وما يفترون. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പരമാവധി സൂക്ഷിക്കുകയും അത് മറ്റുള്ളവർക്ക് നാം മനസ്സിലാക്കിയതുപോലെ തന്നെ പറഞ്ഞു കൊടുക്കുവാനും അറിയിച്ചു കൊടുക്കുവാനും ഉത്ബോധിപ്പിക്കുവാനും നമ്മൾ നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യണമെന്ന് എന്നോടും നിങ്ങളോടുമായി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, ബോധപൂർവം പുതിയ തലമുറയെ വഴിതെറ്റിക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന ഒരു തിരിച്ചറിവാണ് കഴിഞ്ഞ ദിവസങ്ങളിലും കഴിഞ്ഞ ആഴ്ചകളിലുമുള്ള വാർത്തകളും ചർച്ചകളും എല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. തൽക്കാലം ഒരു വിവാദമായി ചർച്ചയായി അവസാനിപ്പിച്ചു പോകേണ്ട ഒരു അറിവല്ല, ഒരു ബോധമല്ല നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമ്മളെല്ലാവരും ഭയപ്പെടേണ്ട ഒരു കാര്യമാണത്. നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് പോലെ തന്നെ ഇന്ന് ജീവിച്ചിരിക്കുന്നവരുടെ നന്മയാണ് അടുത്ത തലമുറയുടെ നന്മയായി വരുന്നത്. ഈ തലമുറയിൽ ഒരു നന്മയുമില്ലെങ്കിൽ അവരുടെ മടിത്തട്ടുകളിൽ വളർന്നു വരുന്ന പുതിയൊരു സമൂഹത്തിന്, പുതിയൊരു തലമുറക്ക് എങ്ങനെയാണ് വെളിച്ചമുണ്ടാവുക, എങ്ങനെയാണ് നന്മയുണ്ടാവുക? നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയെ നശിപ്പിക്കുവാൻ വേണ്ടിയുള്ള ആ പ്രവാചകന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയും ഉത്തരം നൽകുകയും ചെയ്തപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചൊരു വാക്കുണ്ട്, വലാ യലിദു ഇല്ല ഫാജിറൻ കഫാറ. ഇനി പുതിയ ഒരു തലമുറ ഇവരിൽ നിന്നുണ്ടായാൽ പടച്ചോനെ, അവർ ഫാജിറുകളായിരിക്കും, അവർ തെമ്മാടികളായിരിക്കും, അതേപോലെ തന്നെ അവർ സത്യനിഷേധികളായിരിക്കും. അതുകൊണ്ട് അടുത്ത തലമുറക്ക് പോലും രക്ഷ കിട്ടാത്ത ഈ ആളുകളെ, ഒരു വീട്ടുകാരനെയും ഒരാളെയും ഒരു താമസക്കാരനെയും നീ വിട്ടുകളയരുത് എന്നാണ് നൂഹ് നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചത്. സത്യമാണ് സഹോദരങ്ങളെ, അടുത്ത തലമുറ എന്താകുമെന്നതിനെക്കുറിച്ച് നമുക്ക് ആശങ്കയുണ്ടാവേണ്ടതുണ്ട്. നമുക്ക് ലഭിക്കുന്ന വിവരം അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയ അറിവ് ബോധപൂർവം വിദ്യാഭ്യാസത്തിലൂടെ, പാഠ്യപദ്ധതിയിലൂടെ, പ്രചാരണങ്ങളിലൂടെ, ബോധവൽക്കരണങ്ങളിലൂടെ, ക്യാമ്പസുകളിൽ അതല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ എത്തുന്ന സ്ഥലങ്ങളിലെല്ലാം അവരെ കൂടെ കൂടി കൂട്ടുകാരായി കൂടെ നിന്ന് അവർക്ക് പകർന്നു നൽകുന്ന ആശയങ്ങളിൽ പൂർണ്ണമായ മതനിരാസവും അതേപോലെ തന്നെ പുതിയ തലമുറയെ വഴിതെറ്റിക്കാൻ പറ്റുന്ന മനോഹരമായ ക്യാപ്ഷനുകളും വാചകങ്ങളും വാക്കുകളും അവിടെ മനസ്സുകളിലേക്ക് അവർ പോലും അറിയാതെ അവരെ പ്രവേശിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ്. ഒരാളെ വഴിതെറ്റിപ്പിക്കുവാനുള്ള ഏറ്റവും നല്ല വഴി എന്താണ്? അത് വിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഖുർആൻ തന്നെ മനസ്സിലാകും. വഴി തെറ്റിപ്പോകുന്നത് എന്തുകൊണ്ട് എന്ന് പറഞ്ഞു തരാൻ വേണ്ടി അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സൂറത്ത് സ്വാദിലെ 26-ാമത്തെ വചനം, വലാ തത്തബിഉൽ ഹവാ, തന്നിഷ്ടങ്ങളെ പിൻപറ്റരുതെന്നാണ്. നമുക്ക് എന്താണ് തോന്നുന്നത് അത് ചെയ്യുക. ഇപ്പം നമ്മുടെ കുട്ടികളൊക്കെ വീട്ടിൽ നിന്ന് സംസാരിക്കുമ്പോഴും നമ്മൾ അവരോട് എന്തെങ്കിലും നല്ല കാര്യം പറയാൻ ശ്രമിക്കുമ്പോഴും ഒക്കെ അവർ പറയുന്ന എല്ലാ പ്രതികരണങ്ങളിലുമുള്ള ഒരു പൊതു ആശയാണ്, എന്തിനാണ് നിങ്ങൾ എന്നെ ബുദ്ധിമുട്ടാക്കണേ, എന്നെ ശല്യപ്പെടുത്തുന്നത്, ഞാൻ എനിക്കിഷ്ടമുള്ളത് ചെയ്തോട്ടെ, എൻ്റെ ഇഷ്ടത്തിന് നിങ്ങൾ അനുവദിക്കൂലല്ലോ, എനിക്കൊരു സ്വാതന്ത്ര്യം നിങ്ങൾ തരൂലല്ലോ, ഒന്നിനും നിങ്ങൾ സമ്മതിക്കൂലല്ലോ. ഇങ്ങനെയൊക്കെ നമ്മുടെ കുട്ടികൾ പറയുന്നുണ്ടല്ലോ. അതിൻ്റെ അർത്ഥം എന്താ? അവൻ്റെ മനസ്സ് അവനോട് പറയുന്ന അവൻ്റെ ദേഹേച്ഛകളെ, ഇഷ്ടങ്ങളെ അനുവദിച്ചു കൊടുക്കണം എന്നാണ്. വലാ തത്തബിഉൽ ഹവാ, തന്നിഷ്ടങ്ങളെ, ഇച്ഛകളെ പിൻപറ്റരുത് എന്നാണ്. നമുക്ക് അങ്ങനെ തീരുമാനം എടുക്കാൻ പറ്റൂല. നമ്മുടെ കാര്യം എന്താവണമെന്ന് നമ്മൾ സ്വന്തം തീരുമാനിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പം എന്താ ഉണ്ടാവുക? ഫയുളില്ലക അൻ സബീലില്ലാഹ്, അപ്പോൾ അത് നിന്നെ വഴിതെറ്റിക്കും. വഴിതെറ്റൽ എപ്പോഴാണ്? ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ അനുവദിച്ചാൽ വഴിതെറ്റുന്നാ പറയണത്. ഇന്നല്ലദീന യുളില്ലൂന അൻ സബീലില്ലാഹ് ലഹും അദാബുൻ ശദീദുൻ ബിമാ നസൂ യൗമൽ ഹിസാബ്. വഴിതെറ്റിപ്പോകുന്ന ആളുകൾക്ക് കഠിനമായ ശിക്ഷയുണ്ട്. എന്താ ശിക്ഷ കിട്ടാൻ കാരണം? ബിമാ നസൂ യൗമൽ ഹിസാബ്,
വിചാരണയുടെ ഒരു ദിനത്തെ അവർ മറന്നുപോയി എന്നാണ്. അപ്പൊ അവനവന്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കണമെങ്കിൽ പരലോകത്തെ തൽക്കാലം മറക്കണം, നരകത്തെ മറക്കണം, ഉയർത്തെഴുന്നേൽപ്പിനെ മറക്കണം. എന്താ വരാന്നാ ചോദിക്കുക. എന്താ വരാൻ? മരിച്ചതിന് ശേഷം ഒരു ജീവിതമാണ് സഹോദരങ്ങളെ വരാൻ, ഒരു വിചാരണയാണ് വരാൻ, ഒരു ബീഭത്സമായ നരകമാണ് വരാൻ. എന്താ വരാൻ എന്ന് കുട്ടികൾ ചോദിക്കുന്നു. അതാണ് ഭൗതിക സിദ്ധാന്തങ്ങളുടെ അടിത്തറ. ഒന്നും വരാനില്ല, ഒരു ജീവിതമേ ഉള്ളൂ. അത് അടിച്ചു പൊളിച്ച് ആസ്വദിച്ച് ജീവിക്കാം എന്ന ഒരു തത്വം നമ്മുടെ 16, 18, 20 വയസ്സുള്ള കുട്ടികൾക്ക് വളരെ ബോധപൂർവം പകർന്നു നൽകിക്കൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തലാത്തുൻ മുഹ്ലികാത്ത്, 3 കാര്യങ്ങളുണ്ടല്ലോ, അത് നശിപ്പിച്ച് കളയും. ഈ 3-ൽ ഏതെങ്കിലും ഒന്നുണ്ടായാൽ മതി ഒരാൾ നശിക്കാൻ. ഒന്നെന്താണ്? ഹബം മുത്തബ, പിൻപറ്റപ്പെടുന്ന ദേഹേച്ഛകൾ. ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പോകാമെന്ന് ഒരുത്തൻ തീരുമാനിച്ചാൽ പിന്നെ ഓൻ്റെ കാര്യം നോക്കണ്ടെന്ന് കഴിഞ്ഞു. വശുഹുൻ മുത്താ, അതേപോലെ തന്നെ മറ്റൊന്ന് പിശുക്കാണ്. ഒരു പിശുക്കുള്ളാക്കി എന്തെങ്കിലും ചെയ്യാൻ പറ്റും ജീവിതത്തിൽ. എന്ത് ചെയ്യാൻ നിൽക്കുമ്പോഴും അവന്റെ പിശുക്ക് അവന്റെ തടസ്സമായിരിക്കും. തന്നെ കുറിച്ചുള്ള ഒരു അമിതമായ മതിപ്പ്, ഞാൻ എന്തൊക്കെ ഒരു സംഭവമാണെന്ന് തോന്നുക. അങ്ങനെ തോന്നിയാലും അവന് പിന്നെ മുന്നോട്ട് പോകാൻ പറ്റൂല എന്നാണ് മഹാന്മാരായിട്ടുള്ള നമ്മുടെ പൂർവികന്മാരായ ആളുകൾ പറഞ്ഞു വെച്ച വാക്കാണ്. മാ തഹ്ത ദില്ലി സമാ ഇലാഹുൻ യുഅ്ബദ് അഅ്ലമു ഇൻദല്ലാഹി മിൻ ഹവൻ മുത്തബ. ഈ ഹവയേക്കാളും കൂടുതൽ ആരാധിക്കപ്പെടുന്ന മറ്റൊരു ഇലാഹില്ല എന്ന് പറഞ്ഞാൽ എന്താ? ഒരാള് തൻ്റെ ഇഷ്ടപ്രകാരം ചെയ്യാൻ വിചാരിച്ചാൽ പിന്നെ എവിടെയാണ് അയാൾ എത്തിച്ചേരുക എന്ന് പറയാൻ പറ്റൂല എന്നാണ്. അപ്പൊ ഞാൻ എൻ്റെ ഇഷ്ടമായിക്കോട്ടെ, ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ജീവിച്ചോട്ടെ എന്ന് പറയുമ്പോഴേ 2 കാര്യമുള്ളൂ അതിൻ്റെ ഉള്ളിലുള്ളൂ. 2 കാര്യം. ഒന്നെന്താ അറിയോ? ലഹരി. മറ്റൊന്ന് ലൈംഗികത. വേറെ ഇപ്പം എന്തിനപ്പോൾ തടസ്സം? ഇസ്ലാമിനെ ഇപ്പം എന്തിനും തടസ്സം നിൽക്കുന്നുണ്ടോ? ഒരു മനുഷ്യന്റെ സുഖത്തിനും സന്തോഷത്തിനും ഭക്ഷണത്തിനും പാനീയത്തിനും ആസ്വാദനത്തിനും യാത്രക്കും ടൂറിനും എന്തിനെങ്കിലും ഇപ്പം ഇസ്ലാം തടസ്സം നിൽക്കുന്നുണ്ടോ? 5 നേരം നിസ്കരിക്കണം, അതിൻ്റെ നിയമങ്ങൾ പാലിക്കണം, ഹറാമായത് ഭക്ഷിക്കണം, ഹലാലായത് ഭക്ഷിക്കണം എന്നതിലുപരി എന്തിനാ തടസ്സം നിൽക്കുന്നത്? ആകെ 2 കാര്യത്തിനാണ്. ഒന്ന് വഴിവിട്ട ലൈംഗികത, മറ്റൊന്ന് ലഹരി. ഇത് രണ്ടും അനുവദിച്ചു കൊടുക്കാനാണ്, ഇതിന് 2നും അനുവാദം കിട്ടാനാണ് സുഹൃത്തുക്കളെ എല്ലാം. ഒരു പണിയും വേണ്ട, ആണും പെണ്ണും സ്വതന്ത്രമായി ഇടപഴകിക്കൊള്ളട്ടെ എന്നൊരനുവാദം മാത്രം നമ്മൾ പുതിയ തലമുറക്ക് കൊടുത്താൽ മതി. പിന്നെ അവരുടെ കാര്യത്തിൽ ഒന്നും പ്രതീക്ഷിക്കേണ്ട. അതിനിപ്പോൾ എന്താ? ഒരു സൗഹൃദത്തിന് എന്താ തെറ്റ്? ആണും പെണ്ണും തമ്മിൽ എന്താ വ്യത്യാസം? ഒരു ആൺകുട്ടിനകത്ത് ഒരു പെൺകുട്ടി ഇരുന്നാൽ എന്താ പ്രശ്നം? ഒരു പെൺകുട്ടിൻ്റെ മടിയിൽ ഒരു ആൺകുട്ടി ഇരുന്നാൽ എന്താ പ്രശ്നം? ഇതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം. ആ ചോദിക്കുന്നതിനനുസരിച്ച് നമ്മൾ നമ്മുടെ കുട്ടികളുടെ പെരുമാറ്റവും ക്യാമ്പസിൻ്റെ മുറ്റങ്ങളും അതേപോലെ തന്നെ ക്ലാസ് റൂമുകളിലൊക്കെ ചെന്നാൽ എന്താ നിങ്ങൾ, ഒരു പെൺകുട്ടിക്ക് ഒരു ആൺകുട്ടി എന്നുള്ളൊരു വ്യത്യാസം യഥാർത്ഥത്തിൽ ഇല്ലാതായി വരുന്നു. അത് ബോധപൂർവമാണ്. ഒരു പക്ഷേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കുട്ടികളെ അങ്ങനെ ഇരുത്തണം എന്ന നിർദ്ദേശങ്ങൾ വരാൻ ഇനി അധികം താമസിക്കണം. ഒരാൺകുട്ടി കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി ഇരുത്തണം, അത് നിയമമായി വരാൻ അധികം താമസം ഉണ്ടാവില്ല സുഹൃത്തുക്കൾ. എന്ത് ചെയ്ത് അങ്ങനെ ഇരുത്തും? അതുകൊണ്ടൊക്കെ ഇപ്പം എന്താ ഉണ്ടാകാൻ പോണത്? അങ്ങനെ സ്വതന്ത്രമായി ഇടപഴകാൻ അവസരം കൊടുത്താൽ പിന്നെ മതമില്ല, ജാതിയില്ല, വ്യത്യാസങ്ങളില്ല, ഒന്നുമില്ല. പിന്നെന്താ? ആർക്കും ആരെയും വിവാഹം കഴിക്കാം, ആരിൽ നിന്നും ആർക്കും മക്കളുണ്ടാവാം. അതിന് യാതൊരു നിയമവും യാതൊരു നിബന്ധനകളും ഇല്ലാത്ത പുതിയൊരു സമൂഹത്തെ സൃഷ്ടിക്കാൻ അത്രമാത്രമേ ഉള്ളൂ, ആവശ്യമുള്ളൂ എന്നാണ് യൂറോപ്യൻ നാടുകളിൽ സന്ദർശിച്ചു വന്ന നമ്മുടെ ചില സഹപ്രവർത്തകർ പറയുകയുണ്ടായി. അവിടുത്തെ സ്കൂളുകളിലൊക്കെ ഉള്ള കുട്ടികളുടെ കൂട്ടായ്മകളുണ്ട്. എന്തിനാണ് ആ കൂട്ടായ്മകൾ? വിവാഹത്തിന് മുമ്പ് സെക്സ് പാടില്ല, ലൈംഗികത പാടില്ല എന്ന് കൂട്ടുകാരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില ധാർമ്മികമായ നിലക്ക് സംഘടിക്കുന്ന കുട്ടികൾ ബോധവൽക്കരണങ്ങൾ ക്യാമ്പസുകളിൽ വിവാഹത്തിന് മുമ്പ് ലൈംഗികത പാടില്ല എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ. അതൊരു തെറ്റല്ലാതെ ക്യാമ്പസുകളിൽ വന്നത് ലോകത്ത് പല നാടുകളിലുമുണ്ട്. അതൊക്കെ നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അടുത്ത തലമുറ എന്താകുമെന്ന് നമ്മളൊന്ന് ഗൗരവത്തോടെ ആലോചിക്കേണ്ടത് സുഹൃത്തുക്കളെ. ഇനിയിപ്പോൾ ഇങ്ങ് പറയുകയാണെങ്കിൽ എനിക്കെൻ്റെ ഇഷ്ടം അനുസരിച്ച് പോയിക്കൂടെ എന്ന് പറയുമ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ശരീരം തന്നെ നമ്മുടെ ഇഷ്ടം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. എൻ്റെ ഹൃദയം മിടിക്കുന്നത് ഞാൻ അറിഞ്ഞുകൊണ്ടാണ്, എൻ്റെ ശ്വാസകോശം പ്രവർത്തിക്കുന്നത് ഞാൻ അറിഞ്ഞുകൊണ്ടാണ്, എൻ്റെ സിരകളിലൂടെ രക്തമോടുന്നത് ഞാനാണോ നിയന്ത്രിക്കുന്നത്? എൻ്റെ ഹൃദയത്തെ ഞാനാണോ നിയന്ത്രിക്കുന്നത്? എൻ്റെ ശരീരത്തിൽ എനിക്ക് എന്ത് സ്വാതന്ത്ര്യമാണുള്ളത്?
നമ്മുടെ ഇഷ്ടങ്ങൾക്കും നമ്മുടെ താല്പര്യങ്ങൾക്കും അപ്പുറം നമ്മളെ സൃഷ്ടിച്ച് എല്ലാം ഏർപ്പെടുത്തുന്ന പടച്ചോൻ എന്തിനാണ് ഇവിടെ നമ്മളെ പറഞ്ഞയച്ചതെന്ന് ആലോചിക്കണ്ടേ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ സത്യമായ അന്ത്യനാൾ വരെ നിലനിൽക്കുന്ന അന്യൂനമായ തിരുത്തുകൾ ആവശ്യമില്ലാത്ത നിയമങ്ങളുണ്ട് ഇവിടെ. അതിന് വിധേയമായി തന്നെ ജീവിക്കണം. അതന്നെ നമ്മളെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്, അതന്നെ നമ്മളും പഠിക്കേണ്ടത്. അഫഹുക്കുമുൽ ജാഹിലിയത്തി യബ്ഗൂൻ വമൻ അഹ്സനു മിനല്ലാഹി ഹുക്മൻ ലിഖൗമിൻ യുഖിനൂൻ. ആ അജ്ഞാത കാലത്തിന്റെ വിധികളാണോ, അതിനെയാണോ ഞാൻ ആഗ്രഹിക്കേണ്ടത്, അതിനെയാണോ തേടേണ്ടതെന്ന് ചോദിക്കണം. അള്ളാഹുവിൻ്റെ നിയമങ്ങളെക്കാളും നല്ല നിയമങ്ങൾ ഏതാണുള്ളത്? എല്ലാ കാര്യത്തിലും തെറ്റുപറ്റാത്ത നല്ലൊരു ജീവിതം നമുക്കുണ്ടാവാനാണ് സുഹൃത്തുക്കളെ ഈ നിയമങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. അതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ശരിയായ ബോധമുണ്ടാവണം. സത്യം പറഞ്ഞാൽ ഒരു സഹോദരി പറയുന്നു, നല്ല എല്ലാ ദീനി ചിട്ടകളും ഉണ്ടായിരുന്ന അവിടെ ഭർത്താവ് പെട്ടെന്നൊരു ദിവസം അയാൾക്കൊരു സുഹൃത്ത് ഉണ്ടാവുകയാണ്. ആ സുഹൃത്തിനാണ് എപ്പോഴും ഫോൺ, എപ്പോഴും ചാറ്റിങ്. പെട്ടെന്നൊരു സുഹൃത്ത്. ഇത്രയും കാലം ഞാൻ അയാളുടെ ജീവിച്ചിട്ട് അങ്ങനെ ഒരു സുഹൃത്ത് ഉണ്ടായിട്ടില്ല. കുറച്ച് ദിവസം കഴിഞ്ഞേക്ക് അയാളുടെ വാഹനത്തിൻ്റെ അടിക്ക് തുറന്നപ്പോൾ അതിലുണ്ട് MDMA ലഹരി. വെറും 3 മാസം കൊണ്ട് അയാളുടെ ജീവിതത്തിൻ്റെ താളം തെറ്റി. നല്ല നല്ല സൗഹൃദങ്ങൾ നമ്മുടെ ക്യാമ്പസുകൾ നമ്മുടെ കുട്ടികളൊപ്പം കൂടുകയാണ്. ഒരാഴ്ച പിന്നാലെ നടന്ന് അവനേക്കാളും സ്നേഹമുള്ള ആൾക്കാരുണ്ടാവില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അത്തരം സൗഹൃദ വലയങ്ങൾ ബോധപൂർവം നമ്മുടെ കുട്ടികളുടെ പിറകെയുണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം. അവിടെ സുഹൃത്തുക്കളെ, രാവിലെ എഴുന്നേറ്റ് പോയി നമ്മൾ താക്കോലെടുത്താൻ പോയാൽ പോരാ. നമ്മുടെ കുട്ടികൾ എവിടെയുണ്ടെന്ന് നിരീക്ഷിക്കാനും അവർക്ക് അവസരോചിതമായ ഇടപെടലുകളില്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകും നമ്മുടെ അടുത്ത തലമുറ. അതാ പറഞ്ഞത്, ഇമ്മ അൻ യുഹരിക തിയാബക. ആ കൊല്ലൻ്റെ ആലി ചെന്നാൽ ഒന്നില്ലെങ്കിൽ എൻ്റെ വസ്ത്രത്തിന് തീ പിടിക്കും. ഇമ്മ അൻ തജിദ മിൻഹു റായിഹതൻ ഖബീസ, അല്ലെങ്കിൽ ചീത്ത മണം വരും. ഈ നാട്ടിൽ ഇത്തരത്തിൽ ഈ ലഹരിയും ഈ തോന്നിവാസവും പ്രചരിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ അതിൻ്റെ പരിസരത്തുകൂടെ പോയാൽ അതൊന്നും അവർക്ക് വരില്ലെന്ന് പറയാൻ സുഹൃത്തുക്കൾ അത്ര വലിയ ധൈര്യവും അത്ര വലിയ ആത്മവിശ്വാസം വേണ്ടെന്നാണ്. നല്ല ക്യാപ്ഷനുകൾ പറഞ്ഞു കൊടുക്കണം, നല്ല ക്യാപ്ഷനുകൾ, നല്ല മുദ്രാവാക്യങ്ങൾ. അത് കുട്ടികൾ സ്കൂൾക്കും കോളേജിലും വരുമ്പോൾ തന്നെ ഗേറ്റിൽ നന്നായി എഴുതി വെച്ച്, ചിത്രം വരച്ച് എഴുതി വെച്ച് അവരെ പഠിപ്പിക്കണോ. അള്ളാഹു എത്ര വ്യക്തമായിട്ടാണ് പറഞ്ഞത്. എല്ലാ പ്രവാചകന്മാർ കൊണ്ടുവന്ന നിയമങ്ങൾക്കുമെതിരെ ശക്തമായ എതിർപ്പുകൾ പിശാചുക്കളിൽ നിന്നും മനുഷ്യരായ പിശാചുക്കളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. എന്താണ് അവർ ചെയ്തത്? എന്താണ് അവർ? കബളിപ്പിക്കുന്ന ഭംഗിവാക്കുകൾ അത് പഠിപ്പിച്ചു കൊടുക്കുക. നല്ല നല്ല ക്യാപ്ഷനുകൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക, അവരെ മനസ്സിൽ അടിച്ച് കയറ്റുക. അപ്പൊ പിന്നെന്താ അറിയോ, അവരുടെ ചിന്താഗതികളുടെ മുഴുവനും അടിത്തറകൾ അതായി തീർന്നു. അതാണ് ജീവിതം ഒന്നേ ഉള്ളൂ, അത് ആസ്വദിക്കേണ്ടേ എന്നാണ്. എന്തൊരു നല്ല വാചകാണ്, ജീവിതം ഒന്നേ ഉള്ളൂ. എന്താ ഖുർആന്റെ പ്രയോഗം? എത്ര നല്ല, ഇങ്ങനത്തെ നല്ല 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 വാക്കുകൾ എഴുതി ഒട്ടിച്ചിട്ട് കുട്ടികളെ മനസ്സിലേക്ക് ചേർക്കുക. സുഹൃത്തുക്കളെ, ഇതൊക്കെ സ്വാഭാവികമായി ഉണ്ടായി എന്നല്ലേ വിചാരിച്ചത്? അല്ല, പുതിയ തലമുറകളെയും ചെറുപ്പക്കാരെയും വഴിതെറ്റിക്കുവാൻ ബോധപൂർവമുള്ള കാര്യമാണ്. അങ്ങനെ ആസ്വദിക്കാൻ പറ്റുമോ സുഹൃത്തുക്കളെ ജീവിതം? ഇനി പോരുത്തൻ ആസ്വദിക്കാൻ തീരുമാനിച്ചാൽ തന്നെ ലഹരിയുടെ ആസ്വാദനം അവനെ എവിടെ എത്തിക്കുക സുഹൃത്തുക്കളെ? എവിടെ എത്തിക്കാം? വിവാഹം എല്ലാം നിശ്ചയിച്ചും അവസാനം നടക്കാൻ സമയത്ത് ഇത് പണ്ട് ആ പുതിയാപ്പളുടെ കൂടെ സ്കൂൾ പഠിച്ച ഒരുത്തം വന്ന് പറയാണ്, എന്ത് അറിയോ, ഇവൻ ഞങ്ങളെ കൂടെ അന്ന് കഞ്ചാവ് അടിച്ചത് ആളാണ്. എപ്പോഴോ 1-2 പ്രാവശ്യം, പിന്നെ ജീവിതത്തിൽ അത് തുടർന്നിട്ടേ ഇല്ല. അതുകൊണ്ട് മാത്രം ആ വിവാഹം മുടങ്ങി. ഒരു പ്രാവശ്യം ഒരു പുകയെടുത്താൽ നമ്മുടെ കുട്ടികളെ ഭാവി നഷ്ടപ്പെട്ടു പോകും. അതാ ലഹരി. ഒരു പ്രാവശ്യം ഒരു പുകയെടുത്താൽ നമ്മുടെ കുട്ടികളുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകും. ഒരു ദിവസം ആ ഒരു പൊടി ഒന്ന് അനുഭവിച്ചാൽ ജീവിതം അതോടെ തീരും. അവിടേക്കാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഇഹലോകം നഷ്ടപ്പെടുന്ന, പരലോകം നഷ്ടപ്പെടുന്ന ഇത്തരം ആസ്വാദനങ്ങൾ. സുഹൃത്തുക്കൾ, ആസ്വാദനം എന്താപ്പുള്ളത്? നമ്മുടെ ആരാധനകളും നമ്മുടെ വിശ്വാസവും നമ്മുടെ ദീനും. എത്ര കുട്ടികൾ, നമുക്ക് തന്നെ അത്ഭുതം. ഈ സ്കൂളിൻ്റെയും കോളേജിൻ്റെയൊക്കെ ക്യാമ്പസിൻ്റെ മുന്നിലുള്ള പള്ളികളിൽ ചെന്ന് നോക്ക് നിങ്ങൾ. ഈ 8ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ ഇങ്ങനെ കണ്ണിന്ന് വെള്ളം വന്ന് പ്രാർത്ഥിക്കുന്നത് കാണാൻ പറ്റും. അവർക്കൊക്കെ എങ്ങനെ ജീവിതത്തിൽ ആ ഭക്തി കിട്ടിയത്? എവിടെ നിന്നാണ് അവർക്ക് ആ വെളിച്ചം കിട്ടിയത്? എവിടെ നിന്നാണ് ആ മനസ്സവർക്ക് വന്നത്?
അതൊക്കെ നൽകാൻ പറ്റുന്നതാണ് ഈ ആശയങ്ങൾ. പക്ഷെ അവരുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഈ ദീനിൻ്റെ വെളിച്ചവും അതിൻ്റെ ആസ്വാദനവും അത് കിട്ടാൻ വെളിച്ചത്തിൽ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഖുർആന്റെ ആശയം മനസ്സിലുള്ളവന് വെളിച്ചത്തിൽ ഇങ്ങനെ സഞ്ചരിക്കണ പോലെയാണ്. വജഅലിൽ ഖുർആന റബീഅ ഖൽബി, ഹൃദയത്തിൻ്റെ വസന്തമാണ് ഖുർആൻ. ദീന് ഉള്ളിൽ കയറിയാൽ അതിനേക്കാളും വലിയ ആസ്വാദനം എന്താണ്? നോക്ക്, നമ്മുടെ കുട്ടികളുടെ ഇൻസ്റ്റഗ്രാമും എല്ലാം നമ്മൾ പരിശോധിച്ചാൽ അവരിങ്ങനെ ആഘോഷിക്കാൻ, എല്ലാ ഫോട്ടോയും ആഘോഷത്തിൻ്റെയും കേക്ക് മുറിക്കലിൻ്റെയും അതേപോലെ തന്നെ ടൂറിൻ്റെയും നല്ല രംഗങ്ങളുള്ളൂ. വീട്ടിൽ മരണം നടക്കണില്ലേ സുഹൃത്തുക്കളെ? വാപ്പ അറ്റാക്കായി കിടക്കണില്ലേ? ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് കിടക്കണില്ലേ ഉമ്മ? അതിനെക്കുറിച്ചൊന്നും ഈ ലോകത്തെ കുട്ടികൾക്ക് ഒരു ചിന്തയില്ല. അവരാസ്വദിക്കാൻ പറ്റിയ രംഗങ്ങളെക്കുറിച്ച് മാത്രം ആലോചിച്ച് നടക്കണം. എന്തൊരു അപകടത്തിലേക്കാണ് മനസ്സുകൾ മാറിപ്പോകുന്നത് എന്നുണ്ട്. എന്താ സംഭവം എന്നറിയോ? ഒന്ന്, മുസ്ലിമായി ജനിച്ചതുകൊണ്ട് കിട്ടിയ അറിവുള്ളൂ നമ്മുടെ കുട്ടികൾക്കുള്ളൂ സുഹൃത്തുക്കൾ. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് അധികകാലം മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒരു മുസ്ലിമായി ജനിച്ചത് കൊണ്ട് കിട്ടിയ അറിവ് അതെന്താ കിട്ടുക? ദീൻ അറിയാത്ത നമ്മുടെ കൂടെയൊക്കെ ജീവിച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് എന്ത് കിട്ടും? അതുകൊണ്ട് മുസ്ലിമായി ജനിച്ചത് കൊണ്ട് കിട്ടിയ പാരമ്പര്യ അറിവ് പോരെ സുഹൃത്തുക്കൾ. അവർക്ക് ടെക്സ്റ്റ് വെച്ച് ഖുർആനും ഹദീസും വെച്ച് ദീന് പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ ദീനിന് വിരുദ്ധമായത് ടെക്സ്റ്റ് പുസ്തകമായി, ചോദ്യപേപ്പറായി, അസൈൻമെന്റായി കൊടുക്കാൻ തുടങ്ങുമ്പോൾ നമ്മളും ദീന് അസൈൻമെന്റായി കൊടുത്ത് പാഠപുസ്തകമായി പഠിപ്പിച്ച് കുട്ടികളുടെ മനസ്സിലേക്ക് എത്തിച്ചില്ലെങ്കിൽ പുതിയ തലമുറയെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടാവും. അവർക്ക് മുസ്ലിം വീട്ടിൽ ജനിച്ചത് കൊണ്ട് കിട്ടിയ അറിവ് പോലെ. രണ്ടാമത്തത്, അവർ വൈരുദ്ധ്യങ്ങൾ കാണാൻ പറ്റൂല. എന്താ വൈരുദ്ധ്യങ്ങൾ? മദ്രസ നിന്ന് പഠിക്കുക, വയലിന്ന് ഓരോന്ന് കേൾക്കുക, വാപ്പാനും ഉമ്മാനെയും കാണുമ്പോൾ നേരെ എതിര് കാണാൻ പറ്റില്ല സുഹൃത്തുക്കൾ. നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് അശ്രദ്ധമായാൽ, നിങ്ങളുടെ ഫോണിൽ ഉമ്മയോ വാപ്പയോ എപ്പോഴെങ്കിലും ഒന്ന് അശ്രദ്ധമായാൽ നിങ്ങളുടെ മക്കൾ അത് കാണും. നിങ്ങളെക്കാളും അറിയും ഫോൺ അവർക്ക്. അതുകൊണ്ട് നിങ്ങളെപ്പറ്റി ഒരു മതിപ്പുണ്ടാവില്ല. നിങ്ങൾക്ക് അവരോട് ധാർമ്മികത പറയാൻ ഒരവകാശവും ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ വൈരുദ്ധ്യങ്ങൾ, അൽ ഇസ്തിവാജിയത്ത് എന്ന് പറയും, അതായത് വൈരുദ്ധ്യം. അപ്പുറത്തുനിന്ന് കുറേ നല്ലത് കേൾക്കുക, കുറേ നല്ലത് പറയുക, അതിന് നേരെ വിപരീതം ഇവിടെ കാണുക. ഈ പുതിയ തലമുറയുടെ ഒരു പ്രതിസന്ധിയായി, അവർ വഴിതെറ്റിപ്പോകാനൊരു കാരണമായി പണ്ഡിതന്മാരെടുത്ത് പറഞ്ഞൊരു കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ മറ്റൊരു കാര്യം എന്തായാലും, മാതാപിതാക്കൾക്ക് പറ്റണേയില്ല കുട്ടികളുടെ ജീവിതത്തിൽ ഇടപെടാൻ. നമുക്ക് മറ്റുള്ളവരൊക്കെ ഇടപെട്ട് കുട്ടികളെ ഏതൊക്കെ വഴിക്ക് കൊണ്ടുപോകുമ്പോഴും നമുക്ക് ഇടപെടാനേ പറ്റണില്ല. കുട്ടിയുടെ എന്തെങ്കിലും ഒന്ന് ചോദിക്കാൻ പേടി, പറയാൻ പേടി, എവിടേക്കെങ്കിലും ഒന്ന് വിളിക്കാൻ പേടി, ഒരു ക്ലാസ്സിന് പോയിക്ക മോനെ എന്ന് പറയാൻ പേടി, എന്തെങ്കിലും ഒരു ചീത്ത കാര്യം കണ്ടാൽ ഒന്ന് തടയാൻ പേടി. ഈ പേടി എടുക്കാൻ പോകും സുഹൃത്തുക്കളെ. ഒരു കുട്ടിയെ നിയന്ത്രിക്കാൻ മാതാപിതാക്കൾക്കല്ലാതെ മറ്റാർക്കാ പറ്റുക? അതുകൊണ്ട് നമുക്ക് ജോലി തിരക്ക്, നമുക്ക് ഒഴിവില്ലായ്മ, നമുക്ക് വീട്ടിൽ വന്ന തിരക്ക്, കുറച്ചൊക്കെ കുട്ടികളുള്ള ആൾക്കാരെന്താ അറിയോ, കുട്ടികളുടെ കാര്യത്തിൽ കുറച്ച് സമയം വാപ്പയും ഉമ്മയും ഒക്കെ കണ്ടിട്ടില്ലെങ്കിൽ വളരെ അപകടകരമായ ഒരു ലോകത്തേക്ക് നമ്മുടെ കുട്ടികളെ ബോധപൂർവം കൊണ്ടുപോകുന്നുണ്ടെന്നുള്ള അറിവ് നമ്മളെയെല്ലാം മാറ്റി ചിന്തിപ്പിക്കേണ്ടതുണ്ട് എന്നാണ്. മാത്രമല്ല സുഹൃത്തുക്കളെ, ഇസ്ലാമിനെതിരെ ബോധപൂർവമായ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്, സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട്, അതിന് യൂട്യൂബ് ചാനലുകളുണ്ട്. ഇതൊന്നും നമ്മുടെ കുട്ടികൾ കാണാതിരിക്കില്ല, കേൾക്കാതിരിക്കില്ല. അള്ളാഹുവിൻ്റെ റസൂലിനെയും അള്ളാഹുവിനെയും ഒക്കെ എത്ര ശക്തമായ കേട്ട് നിൽക്കാൻ പറ്റാത്ത പരിഹാസ വാക്കുകളെ കൊണ്ടാണ് അതൊക്കെ ധൈര്യമല്ലേ? ശരിക്കത് മതനിന്ദയാണ്. ഈ നാട്ടിൽ പാടില്ലാത്ത കാര്യം. അള്ളാഹുവിനെ ഏറ്റവും മോശമായ വാക്കിൽ പറയുന്നത് നമ്മൾ കേട്ടില്ലേ സുഹൃത്തുക്കളെ? ഇതൊക്കെ നമ്മുടെ കുട്ടികൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മൗനം ദീക്ഷിക്കാനോ, കാരണം നമ്മളൊരു സംസ്കാരത്തിൽ നിന്നുകൊണ്ടേ മറുപടി പറയൂ എന്നതുകൊണ്ട് തന്നെ യാതൊരു അടിത്തറയുമില്ലാത്തവർ എത്ര മോശമായിട്ടാണ് ഈ പ്രചാരണങ്ങൾ നടത്തുന്നത്. പക്ഷെ അപൂർവമായി ചിലരെല്ലാം ഇതൊക്കെ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിലാണ് നമ്മുടെ കുട്ടികൾ ജീവിക്കുന്നതെന്ന് നമ്മൾ ആ കുട്ടികളുടെ ഇൻസ്റ്റഗ്രാമിൽ വരുന്ന റീലുകളും ഷോർട്ടുകളും ഒക്കെ നമ്മൾ കാണണം. പുതിയ വളരെ നിമിഷങ്ങളെ കൊണ്ട് എത്ര വലിയ ആശയങ്ങളും എത്ര വലിയ വഴികേടുകളുമാണ് അവരിലേക്ക് പോകുന്നതെന്ന് നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് വളരെ ബോധപൂർവം നമ്മൾ പഠിപ്പിച്ചേ പറ്റൂ. അറിവുകളെ ഇന്നല്ലാഹ ലാ യഖ്ബിദുൽ ഇൽമ ഇൻതിസാഅൻ യൻതസിഉഹു മിനൽ ഇബാദ് വലാകിൻ യഖ്ബിദുൽ ഇൽമ ബിഖബ്ദിൽ ഉലമാ. അറിവുള്ളവർ നഷ്ടപ്പെടുമ്പോൾ അറിവുകൾ ഇല്ലാതെയാകും. അതുകൊണ്ട് അറിവുള്ളവർ വേണം.
നിങ്ങളുടെ നാട്ടിൽ ഒരു ആലിമ് വേണം. നിങ്ങളുടെ പ്രദേശങ്ങളിലെ കുടുംബങ്ങളുടെ കുട്ടികൾക്ക് ദീൻ പഠിപ്പിക്കാൻ അവഗാഹമുള്ളവർ വേണം. നമ്മുടെ കുട്ടികൾ ചോദിക്കുന്ന സംശയങ്ങൾക്ക് മറുപടി പറയാൻ കഴിവുള്ളവർ വേണം. അത്തരം സദസ്സുകളിൽ നമ്മുടെ കുട്ടികളെ കൈപിടിച്ച് നമ്മൾ എത്തിക്കണം. അന്നത്തെ ഒരു ദിവസം നമ്മൾ ലീവ് എടുക്കണം. അന്നത്തെ നമ്മുടെ വാഹനം അവിടേക്ക് ഓടണം. നമ്മുടെ കുട്ടികളിലെ പുതിയ തലമുറക്ക് അറിവ് പകർന്നു കൊടുക്കാനുള്ള അവസരങ്ങളെ നമ്മൾ വിനിയോഗിക്കണം. അള്ളാഹുവിനെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കണം. അള്ളാഹനെ മനസ്സിലാക്കേണ്ടവരും അവർ മനസ്സിലാക്കിയില്ല. അത് മനസ്സിലായാൽ അവർ മാറുമെന്ന് ഉറപ്പാണ്. പ്രായത്തിനനുസരിച്ച് കേൾക്കേണ്ടത് അവർ കേട്ടില്ല. അത് കേൾപ്പിക്കാൻ അവസരമുണ്ടാക്കണം. ദീൻ ശരിക്ക് പഠിച്ച് ബോധപൂർവം നമ്മുടെ പുതിയ തലമുറക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകി അവരെ നിരീക്ഷിച്ചും അവരെ ഗുണദോഷിച്ചും അവരോടൊപ്പം നിൽക്കാൻ നമ്മൾ അവസരം കാണണം. അങ്ങനെ ദീനിനോടൊപ്പം നിൽക്കാനും ദീനിൻ്റെ പ്രചാരകരാകുവാനും ദീനിനെ ശരിയായി പഠിക്കാനും ആ വെളിച്ചം പുതിയ തലമുറകൾക്കും നമ്മുടെ മക്കൾക്കും പകർന്നു നൽകാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യണം. അൽഹംദുലില്ലാ ഹംദൻ കതീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അന്ത്യനാൾ വരെ ഒരു മാറ്റവും കൂടാതെ നിലനിൽക്കുമെന്ന് അള്ളാഹു നമുക്ക് ഉറപ്പ് തന്നിട്ടുള്ളതാണ് ഈ ദീൻ. ഈ ദീനിന് മറുപടി പറയാൻ പറ്റാത്ത ഒരു വസ്വാസുകളും ഒരാശയക്കുഴപ്പങ്ങളും ഇന്ന് നിലനിൽക്കുന്നില്ല. നല്ല കൃത്യമായി മനസ്സിന് ഉൾക്കാഴ്ച നൽകുന്ന മറുപടികൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ശരിയായ രൂപത്തിൽ ദീനിനെ മനസ്സിലാക്കാനും അന്യൂന്നമായ എല്ലാ മതങ്ങളെയും അതിജയിക്കുന്ന ഒരു നിത്യസത്യമായി അന്ത്യനാൾ വരെ അവശേഷിക്കുന്ന ഈ വിശുദ്ധ ഖുർആനിനെയും അതിൻ്റെ സത്യമായ ആശയങ്ങളെയും നല്ല ഉൾക്കാഴ്ചയോടെ പഠിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാനും എന്തെല്ലാം സംശയങ്ങൾ മനസ്സിലുണ്ടോ അതൊക്കെ ഇസ്ലാമികമായ അറിവുകളിലൂടെ പരിഹരിക്കുവാനും നമ്മളാരും കാത്തു നിൽക്കാൻ പറ്റില്ല, താമസിക്കാൻ പറ്റില്ല. അതിലുള്ള അവസരങ്ങളെയും സന്ദർഭങ്ങളെയും നമ്മൾ ഉപയോഗപ്പെടുത്തണം. വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ഒരു ക്ലാസ്സിലെങ്കിലും ഒരാഴ്ചയിൽ അരമണിക്കൂറെങ്കിലും നമ്മൾ എത്തണം. നമ്മുടെ കുട്ടികൾക്ക് അവസരം കൊടുക്കണം, നമ്മുടെ കുടുംബങ്ങൾക്ക് അവസരം കൊടുക്കണം. അങ്ങനെ ദീനുമായി ബന്ധപ്പെട്ട് ശരിയായ വിശ്വാസവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. നമ്മളൊക്കെ വിശ്വസിക്കുന്ന നാളെ പരലോകത്ത് വരുന്നു. സുഹൃത്തുക്കളെ, മുറ്റത്ത് കളിക്കുന്ന ഒരു കുട്ടിയെ ഒരു മിനിറ്റ് കണ്ടില്ലെങ്കിൽ ബേജാറെത്രേ നമുക്ക്. എങ്ങോട്ട് പോവില്ല, ഗേറ്റ് ഉണ്ട്, മതിലുണ്ട്, എന്നാലും ഒരു സെക്കൻഡ് നേരത്തെ മിസ്സിങ് നമ്മളെ അത്രമാത്രം ബേജാറാക്കുമെങ്കിൽ നാളെ നരകത്തിൽ ശാശ്വതമായി ഹസിറു അംഫുസഹും വ അഹ്ലീഹിം യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ മക്കളും കുടുംബങ്ങളുമൊക്കെ നരകത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഹതഭാഗ്യരെക്കാളും വലിയ ദൗർഭാഗ്യരാരാണ് സുഹൃത്തുക്കളുള്ളത്? അതുകൊണ്ട് നമ്മളോടൊപ്പമുള്ള മക്കൾ നാളെ പരലോകത്തും നമ്മുടെ കൂടെ ഉണ്ടാകാൻ അവർക്ക് ഭൗതിക സുരക്ഷ ഒരുക്കുന്ന പോലെ തന്നെ നാളെ പരലോകത്ത് നരകത്തിൽ നിന്നുള്ള സുരക്ഷ ഒരുക്കാനും ചെറിയൊരു ശ്രദ്ധ വേണമെന്ന് ചുറ്റുപാടുകൾ ആവർത്തിച്ച് നമ്മളോട് പറയുന്നുണ്ട്. അത് ഉൾക്കൊള്ളാനും അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു ഞങ്ങളിന്ന് വന്നുപോയ തെറ്റുകളെ കുറ്റങ്ങളെ നമുക്ക് നീ പുറത്തു മാപ്പാക്കി തന്നെ റഹ്മാനെ. നമ്മുടെ ജുമാക്ക് വരുന്ന നിരന്തരമായി നമ്മളോടൊപ്പം ഉണ്ടാകുന്ന പല ആളുകളും ഇന്ന് രോഗികളാണ്, ജുമാക്ക് വരാൻ കഴിയാതെ വീട്ടിലാണ്. അള്ളാഹുവിടെ രോഗങ്ങളെ ശിഫയാക്കി കൊടുക്കണേ അള്ളാഹുവേ. അവിടെ കുടുംബങ്ങൾക്ക് നീ മനസ്സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹു എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹു നിൻ്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുവാനും നിൻ്റെ ദീനിൻ്റെ പ്രചാരണത്തിനും ദീനിൻ്റെ പഠനത്തിനു വേണ്ടി ജീവിതത്തിലെ സമയങ്ങളെയും സന്ദർഭങ്ങളെയും മാറ്റിവെക്കുവാനുള്ള ഹൃദയ വിശാലത ഞങ്ങൾക്കെല്ലാം നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. ഇഹലോകത്തെയും പരലോകത്തെയും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങൾ രക്ഷപ്പെടുത്തണമേ റഹ്മാനെ. ഇഹലോകത്തിലും പരലോകത്തിലും ഞങ്ങൾക്ക് ഈ നന്മ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമ ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.